കേരളത്തിൽ ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ കേരള ഗവൺമെന്റിന്റെ കീഴിൽ കേരള PSC മുഖാന്തരം ക്ഷണിച്ചിട്ടുണ്ട്. വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു വന്നതുപോലെ തന്നെ കേരള സർക്കാരിന്റെ കീഴിൽ കേരളത്തിൽ ഒരു നിയമനം ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. 30/11/2022 ഗസറ്റഡിലാണ് ഈ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 4/1/2023 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ തസ്തികകൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ള ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 483/2022 എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറി നമ്പറിലാണ് ഈ റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ട മെത്തേഡും കൂടി പറയാം. കേരള PSCന്റെ വൺ ടൈം രജിസ്ട്രേഷൻ കേരള PSCന്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വെറും 5 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് നെയിം നോക്കുകയാണെങ്കിൽ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിന്റെ കീഴിലാണ് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. പേ സ്കെയിൽ നോക്കുകയാണെങ്കിൽ 1,23,700 വരെ ലഭിക്കുന്ന സാലറിയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. വേക്കൻസി നോക്കുകയാണെങ്കിൽ ഒരു വേക്കൻസിയാണ് ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കേരള PSC ആണ്. നോട്ടിഫിക്കേഷനിൽ കാണുന്ന വേക്കൻസി നോക്കി ആരും അപേക്ഷിക്കാതിരിക്കേണ്ട. പലരും കമന്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. വേക്കൻസി കൂടുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിന്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷിക്കാനുള്ള പ്രായപരിധി നോക്കുകയാണെങ്കിൽ 23 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ്. നോട്ട് ചെയ്ത് വെക്കുക, 23 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കൃത്യമായി പറയുകയാണെങ്കിൽ 2/1/1986 അതുപോലെ തന്നെ 1/1/1999 ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ SC ST ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെയും OBC ഉദ്യോഗാർത്ഥികൾക്ക് 3 വർഷത്തെയും പ്രായത്തിൽ ഇളവും നൽകപ്പെടുന്നുണ്ട്. അപേക്ഷിക്കാനുള്ള യോഗ്യത നോക്കുകയാണെങ്കിൽ MBBS ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ മെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്ററും കൂടി ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 2 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ജോലി ലഭിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഏകദേശം 2 വർഷത്തേക്ക് പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ഈ ജോലി താല്പര്യമുള്ള എല്ലാവരും അപേക്ഷ സമർപ്പിക്കുക. കേരള സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ്. ഇതിന് അപേക്ഷിക്കാനുള്ള യോഗ്യതയും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കേരള PSCന്റെ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ 483/2022 എന്ന കാറ്റഗറി നമ്പറിലൂടെ അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക.